ഹായ് സ്റ്റുഡൻസ്, തേർഡ് സെമസ്റ്റർ BA എക്കണോമിക്സിലെ മൈക്രോ എക്കണോമിക്സ് എന്ന സബ്ജക്റ്റാണ് ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. മൈക്രോ എക്കണോമിക്സിലെ ഫസ്റ്റ് മൊഡ്യൂൾ മാർക്കറ്റ് സ്ട്രക്ചർ, അതിലെ ഫസ്റ്റ് മാർക്കറ്റ് ഫോംസ് ആയിട്ടുള്ള പെർഫെക്റ്റ് കോമ്പറ്റീഷൻ, അതിനെക്കുറിച്ചാണ് നമ്മൾ പഠിച്ചിരുന്നത്. കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്താണെന്നും അതിൻ്റെ ഫീച്ചേഴ്സ് എന്താണെന്നും അതുപോലെ തന്നെ പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ എങ്ങനെയാണ് ഒരു ഫേം പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യുക എന്നും അതിൻ്റെ കണ്ടീഷൻസും ഡയഗ്രാംസൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക്ക് നോർമൽ പ്രോഫിറ്റിനെ കുറിച്ചാണ്. എന്താണ് നോർമൽ പ്രോഫിറ്റ്? സാധാരണ ലാഭം എന്നൊക്കെ പറയും. സാധാരണ ലാഭം ഒരു സ്ഥാപനത്തിന് ഉൽപാദനം നടത്തിക്കൊണ്ടു പോകാൻ ഏറ്റവും കുറഞ്ഞ തോതിൽ ലഭിക്കുന്ന ലാഭമാണ് നോർമൽ പ്രോഫിറ്റ്. നമുക്കറിയാം, എല്ലാ സ്ഥാപനങ്ങളുടെയും പ്രൈം ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ആണ്. അപ്പോൾ സ്ഥാപനത്തിന് ഉൽപാദനം നടത്തിക്കൊണ്ടു പോകാൻ കുറഞ്ഞ ലാഭമെങ്കിലും ലഭിക്കണം. ആ ലാഭത്തെയാണ് സാധാരണ ലാഭം എന്ന് പറയുന്നത്. ഈ നോർമൽ പ്രോഫിറ്റ് ലഭിക്കുന്നില്ലെങ്കിൽ സ്ഥാപനത്തിന് ഉൽപാദനം തുടർച്ചയായിട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കില്ല. ഉൽപാദനം സ്റ്റോപ്പ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഹ്രസ്വ കാലയളവിൽ ഈ നോർമൽ പ്രോഫിറ്റിനേക്കാൾ കുറഞ്ഞ് ലഭിച്ചാലും ചിലപ്പോൾ ഉൽപാദനം നടത്തിയേക്കാം. കുറഞ്ഞ കാലയളവാണ്, അപ്പോൾ പ്രോഫിറ്റ് ലഭിച്ചില്ല, നോർമൽ പ്രോഫിറ്റിനേക്കാൾ കുറവാണ് ലഭിക്കുന്നത്, എന്നാലും ഉൽപാദനം തുറന്നു കൊണ്ടുപോയേക്കാം. എന്നാൽ ദീർഘകാലയളവിൽ എല്ലാ സ്ഥാപനങ്ങൾക്കും നോർമൽ പ്രോഫിറ്റ് തന്നെയാണ് ലഭിക്കുക. ദീർഘകാലയളവിൽ സ്ഥാപനങ്ങൾക്ക് നോർമൽ പ്രോഫിറ്റിനേക്കാൾ കുറവ് ലഭിക്കുകയാണെങ്കിൽ ആ സ്ഥാപനങ്ങൾ ഉൽപാദനം നിർത്തും. അവിടെ ഉൽപാദനം സ്റ്റോപ്പ് ചെയ്യും. അവർക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ദീർഘകാലയളവിൽ ഒരു പ്രത്യേകത പറഞ്ഞാൽ, ദീർഘകാലയളവ് സ്ഥാപനങ്ങൾക്ക് ചിലപ്പോൾ നോർമൽ പ്രോഫിറ്റ് മാത്രമേ ലഭിക്കാറുണ്ടാവുക. ആ നോർമൽ പ്രോഫിറ്റിന് കുറഞ്ഞാൽ പിന്നെ അവർക്ക് എന്താണ്, ആ സ്ഥാപനം തുടർച്ചയായിട്ട് ഇങ്ങനെ കൊണ്ടുപോകാനായിട്ട് സാധിക്കില്ല. അതായത് ഉൽപാദനം നടത്താനായിട്ട് സാധിക്കില്ല. ഇതിൽ നമ്മൾ ഈ നോർമൽ പ്രോഫിറ്റ്, സാധാരണ ലാഭം, ഉൽപാദന ചെലവിനെ കൂടി ഉൾപ്പെടുത്തി പറയുന്നുണ്ട്. അതായത് ഉൽപാദന ചെലവിൽ സാധാരണ ലാഭം ഉൾപ്പെടുന്നുണ്ട്. എന്താണ് ഉൽപാദന ചെലവ് എന്ന് പറഞ്ഞാൽ? ഉൽപാദന ചെലവ് എന്ന് പറഞ്ഞാൽ ഒരു ഉൽപ്പന്നം ഉൽപ്പാദിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള ഉൽപാദന ഘടകങ്ങൾ. അപ്പോൾ ഉൽപാദന ഘടകങ്ങൾ ഏതൊക്കെയാണ്? ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ ആൻഡ് ഓർഗനൈസേഷൻ. അതിൻ്റെ റിവാർഡ്സ്, റെന്റ്, വേജ്, ഇൻട്രസ്റ്റ് ആൻഡ് പ്രോഫിറ്റ്, ഇവ ഉൾപ്പെടുന്ന ഇവയുടെ ചെലവാണ് എന്ത്? ഉൽപാദന ചെലവ്. അപ്പോൾ ഉൽപാദന ചെലവിൽ സാധാരണ ലാഭം ഉൾപ്പെടുകയും ചെയ്യും. ആ ഉൽപാദന ചെലവിലെ സാധാരണ ലാഭവും ഉൾപ്പെടും. അപ്പോൾ നമ്മളിപ്പോൾ പഠിച്ച ടോപ്പിക്ക് നോർമൽ പ്രോഫിറ്റ്. എന്താണ് നോർമൽ പ്രോഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഒരു സ്ഥാപനത്തിന് ഉൽപാദനം നടത്താൻ വേണ്ടി ലഭിക്കുന്ന ഏറ്റവും കുറഞ്ഞ ലാഭം. ഏറ്റവും കുറഞ്ഞ ലാഭത്തെയാണ് എന്ത് പറയുന്നത്? നോർമൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അടുത്ത ഭാഗം നമ്മൾ പറയുന്നത് സൂപ്പർ നോർമൽ പ്രോഫിറ്റ് ആണ്. എന്താണ് സൂപ്പർ നോർമൽ പ്രോഫിറ്റ്? അതായത് ഒരു സ്ഥാപനം ഉൽപാദനം നടത്തുമ്പോൾ ചില സന്ദർഭങ്ങളിൽ അല്ലെങ്കിൽ ഹ്രസ്വ കാലയളവിൽ ചിലപ്പോൾ അമിത ലാഭം ലഭിക്കാം, അല്ലെങ്കിൽ നഷ്ടം നേരിടാം. ചില സന്ദർഭങ്ങളിൽ സ്ഥാപനത്തിന് ആ കുറഞ്ഞ കാലയളവിൽ എന്ത് ലഭിക്കാം? അമിത ലാഭം ലഭിക്കാം. എന്നാൽ എപ്പോഴും അമിത ലാഭം ലഭിക്കണമെന്നില്ല. ചില സന്ദർഭങ്ങളിൽ എന്ത് നേരിടാം? നഷ്ടം നേരിടാം. അപ്പോൾ ഈ സൂപ്പർ നോർമൽ പ്രോഫിറ്റ് ലഭിക്കണമെങ്കിൽ അത് നമ്മളുടെ ATCയുടെ നിലവാരത്തെ ആസ്പദമാക്കിയാണ്. എന്താണ് ATC എന്ന് പറഞ്ഞാൽ? ഏവറേജ് ടോട്ടൽ കോസ്റ്റ്. ശരാശരി മൊത്തം ചെലവിനെ ആസ്പദമാക്കിയാണ് അത് നിർണ്ണയിക്കുന്നത്. സ്ഥാപനത്തിന് ലാഭമാണോ ലഭിക്കുന്നത്, അമിത ലാഭമാണോ ലഭിക്കുന്നത്, അല്ലെങ്കിൽ നഷ്ടമാണോ ലഭിക്കുന്നത്? അതായത് നമുക്കറിയാം, ഒരു കമ്പോളത്തിലെ ഉൽപ്പന്നങ്ങളുടെ വില നിർണ്ണയിക്കുമ്പോൾ അവിടെ ഡിമാൻഡ് സപ്ലൈ കൂട്ടാണ് വില നിർണ്ണയിക്കുന്നത്, കമ്പോള വില നിർണ്ണയിക്കുന്നത്. അപ്പോൾ വില സന്തുലിത വിലയേക്കാൾ ATC കുറവാണെങ്കിൽ സ്ഥാപനം അമിത ലാഭം നേടും. സന്തുലിത വിലയേക്കാൾ ATC കുറവാണെങ്കിൽ സ്ഥാപനം അമിത ലാഭം നേടും. എന്നാൽ സന്തുലിത വിലയേക്കാൾ കൂടുതലാണ് ATC എങ്കിൽ സ്ഥാപനത്തിന് നഷ്ടമാണ് ഉണ്ടാവുക. അപ്പോൾ പ്രധാനമായിട്ട് രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ ലാഭം ലഭിക്കുന്നുണ്ടോ അല്ലെങ്കിൽ നഷ്ടമാണ് സ്ഥാപനത്തിൽ ലഭിക്കുന്നത് നോക്കുന്നത്.
എന്താണ് അമിത ലാഭം ലഭിക്കുന്നതും അതുപോലെ നഷ്ടം നേരിടുന്നതും രണ്ട് ഡയഗ്രത്തിലൂടെ നമുക്കത് വിശദമാക്കാനായിട്ട് സാധിക്കും. എങ്ങനെയാണ് നോക്കാട്ട ഡയഗ്രാം. അപ്പം നിങ്ങൾ ഡയഗ്രത്തിൽ കാണാം എന്താണ് അമിത ലാഭം സ്ഥാപനം എങ്ങനെ നേടുന്നു. ഒരു ചെറിയൊരു പോർഷൻ കാണുന്നുണ്ടായിരിക്കും അമിത ലാഭത്തിന്റെ. അതുപോലെ തന്നെ നഷ്ടം നേരിടും. അപ്പൊ ATC ആസ്പദമാക്കിയാണ് അവിടെ പ്രോഫിറ്റ് നിർണ്ണയിക്കുന്നത്. പ്രോഫിറ്റ് ആണോ അല്ലെങ്കിൽ ലോസ് ആണോ എന്നുള്ളത്. നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് ഷട്ട് ഡൗൺ പോയിന്റ് ആണ്. എന്താണ് ഷട്ട് ഡൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടച്ചുപൂട്ടൽ. സ്ഥാപനം അടച്ചുപൂട്ടുക. എപ്പോഴാണ് സ്ഥാപനം അടച്ചുപൂട്ടുക? അതായത് നമുക്ക് ലാഭകരമല്ല എന്ന് തോന്നുമ്പോൾ, സ്ഥാപനത്തിനെ ഉൽപാദനം നടത്തിയിട്ട് ലാഭം ലഭിക്കുന്നില്ല എങ്കിൽ ആ അവസ്ഥയാണ് ഷട്ട് ഡൗൺ എന്ന് പറഞ്ഞത്. അതായത് ഉൽപാദനം തുടർന്നു പോകാനുള്ള ലാഭം സ്ഥാപനത്തിന് ലഭിക്കുന്നില്ലെങ്കിൽ ഉൽപാദനം സ്റ്റോപ്പ് ചെയ്യും. ആ സ്റ്റോപ്പ് ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ഷട്ട് ഡൗൺ പോയിന്റ്. ഈ ഷട്ട് ഡൗൺ പോയിന്റ് ഹ്രസ്വകാലയളവിലും ദീർഘകാലയളവിലും നമ്മൾ പ്രതിപാദിക്കുന്നുണ്ട്. അതായത് ഒരു മിനിമം വിലയെങ്കിലും ഉൽപ്പന്നങ്ങൾക്ക് ലഭിക്കണം. അതായത് ഹ്രസ്വകാലയളവിലാണെങ്കിൽ സ്ഥാപനങ്ങൾക്ക് ABC ആസ്പദമാക്കിയാണ് പറയുന്നത്. പ്രൈസ് ഈസ് ഈക്വൽ ടു മിനിമം ഓഫ് ABC. അത് ഷോർട്ട് റണ്ണിൽ ആ മിനിമം ABCയുടെ മിനിമം ബിന്ദുവിനെയാണ് ഹ്രസ്വകാലയളവിൽ ഷട്ട് ഡൗൺ പോയിന്റ് എന്ന് പറയുന്നത്. ABCയുടെ മിനിമം പോയിന്റിനെ അത് ഷോർട്ട് റണ്ണിൽ. അതാണ് ഞാൻ ഇക്വേഷൻ പറഞ്ഞത്. P is equal to minimum of ABC ഷോർട്ട് റൺ. എന്നാൽ ദീർഘകാലയളവിൽ എങ്ങനെയാണ്? LRAC എന്ന് പറയും. ദീർഘകാലയളവിൽ P is equal to minimum of LRAC ലോങ് റൺ ആവറേജ് കോസ്റ്റ്. അതായത് അവിടെ വില എന്ന് പറയുന്നത് എന്തിനെ ആസ്പദമായിരിക്കണം? LRACക്ക്, അതായത് ദീർഘകാല ശരാശരി ചെലവിന്. അതാണ് ഇക്വേഷൻ ഇങ്ങനെ വരുന്നത്. P is equal to minimum of LRAC ലോങ് റൺ ആവറേജ് കോസ്റ്റ്. അപ്പോൾ ഈ ഷട്ട് ഡൗൺ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ രണ്ട് കാലയളവിലും പറയുന്നുണ്ട്, ഷോർട്ട് റണ്ണിലും ലോങ് റണ്ണിലും. നിങ്ങൾക്കറിയാം ഷോർട്ട് റണ്ണും ലോങ് റണ്ണും എന്താണെന്നുള്ളത്. എന്താണ് ഹ്രസ്വകാലയളവ് എന്ന് പറഞ്ഞാൽ? എല്ലാ വിഭേദങ്ങളിലും മാറ്റം വരുത്താൻ കഴിയാത്ത കാലയളവാണ് ഇത് ഷോർട്ട് റണ്ണ്. എന്നാൽ ലോങ് റൺ എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാ വേരിയബിൾസിലും എന്താണ് ചേഞ്ച് വരുത്താൻ കഴിയുന്ന കാലയളവാണ് ലോങ് റൺ എന്ന് പറയുന്നത്. അപ്പോൾ ആ കാലയളവൊക്കെ നമ്മൾ മുന്നേ നമുക്കറിയാം, കോസ്റ്റിന്റെ ഇതിൽ പഠിക്കുമ്പോൾ നമുക്കറിയാം അത്. അപ്പോൾ നമ്മൾ ഷട്ട് ഡൗൺ പോയിന്റ് എന്നുള്ള ടോപ്പിക്കാണ് പറഞ്ഞത്. എന്താണ് ഷട്ട് ഡൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? അതായത് ഉൽപാദനം നിർത്തുന്ന അവസ്ഥ. അതായത് സ്ഥാപനത്തിന് ഉൽപാദനം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നില്ല. അത് ഷോർട്ട് റണ്ണിലാണെങ്കിൽ ഇങ്ങനെയാണ് P is equal to minimum of ABC. ലോങ് റണ്ണിലാണെങ്കിൽ എങ്ങനെയാണ്? P is equal to minimum of AC. അതാണ് LRAC എന്ന് പറഞ്ഞാൽ ലോങ് റണ്ണിലെ ആവറേജ് കോസ്റ്റ്. ഇതാണ് ഷട്ട് ഡൗൺ പോയിന്റിൽ നമ്മൾ പഠിക്കുന്നത്. ഇതിനോട് ആസ്പദമായിട്ട് ഇതിന്റെ രണ്ട് ഡയഗ്രങ്ങൾ നമുക്ക് നോക്കാം. എങ്ങനെയാണ് ഷോർട്ട് റണ്ണിൽ എങ്ങനെയാണ്, അതുപോലെ തന്നെ ലോങ് റണ്ണിൽ എങ്ങനെയാണെന്നുള്ളത്. ഇപ്പൊ ഡയഗ്രത്തിൽ നിങ്ങൾ കണ്ടിട്ടായിരിക്കും ABCയുടെ മിനിമം പോയിന്റും AC-യുടെ മിനിമം പോയിന്റും. ഇതിനോട് ആസ്പദമായിട്ട് തന്നെ നമുക്ക് പറയേണ്ടതാണ് ബ്രേക്ക് ഈവൻ പോയിന്റ്. എന്താണ് ബ്രേക്ക് ഈവൻ പോയിന്റ്? BEP, ലാഭനഷ്ടരഹിത ബിന്ദു എന്നൊക്കെ പറയും. അതിലൊരു ഇക്വേഷൻ TR is equal to TC. TR is equal to TC. അവിടെ എന്താണ്? കോസ്റ്റും വരുമാനവും തുല്യമാണ്. ലാഭവുമില്ല നഷ്ടമില്ല. അതായത് ഇപ്പോൾ എത്രയാണോ വരുമാനം ലഭിക്കുന്നത്, 5000 രൂപ വരുമാനം ലഭിച്ചാൽ എത്ര കോസ്റ്റും ഉണ്ട്? 5000 രൂപ കോസ്റ്റ് ഉണ്ട്. അപ്പൊ അവിടെ എന്തില്ല? ലാഭമില്ല നഷ്ടമില്ല. അങ്ങനെ TR is equal to TC, ടോട്ടൽ റവന്യൂ ടോട്ടൽ കോസ്റ്റിനോട് തുല്യമാകുന്ന അവസ്ഥയാണ് എന്ത് പറയുന്നത്? ബ്രേക്ക് ഈവൻ പോയിന്റ്. TR is equal to TC. അപ്പൊ ഈ ഷട്ട് ഡൗൺ പോയിന്റ് പറയുന്നതോടൊപ്പം നമുക്ക് പറയാവുന്ന ഒരു മറ്റൊരു കാര്യമാണ് ബ്രേക്ക് ഈവൻ പോയിന്റ്. അപ്പോൾ ഈ ലോങ് റണ്ണിലെ ഇക്വിലിബ്രിയം, ഒരു ഫേം ഇക്വിലിബ്രിയത്തിൽ എത്തണമെങ്കിൽ നമുക്കറിയാം എല്ലാ സ്ഥാപനങ്ങളുടെയും പ്രധാന ലക്ഷ്യം എന്താണ്? ലാഭം സമ്പാദിക്കുക എന്നാണ്.
അപ്പോൾ ഇക്വിലിബ്രിയം സന്തുലിതാവസ്ഥയിൽ എത്തിക്കഴിഞ്ഞാൽ ആ അവസ്ഥയിൽ നിന്ന് സ്ഥാപനങ്ങൾക്ക് മാറാനായിട്ട് താല്പര്യം ഉണ്ടായിരിക്കില്ല. അപ്പൊ അതിലൊരു ഘടകം നമ്മൾ ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിച്ചു കഴിഞ്ഞാൽ വില നിർണ്ണയം നടത്തുകയാണ്. പ്രൈസിനെ ആസ്പദമാക്കിയിട്ടാണ് ഇത് നിലനിൽക്കുക. അപ്പൊ അവിടെ നമ്മൾ ഏവറേജ് കോസ്റ്റും ലോങ് റണ്ണിലെ ഏവറേജ് കോസ്റ്റും ലോങ് റണ്ണിലെ മാർജിൻ കോസ്റ്റും അതുപോലെ തന്നെ റവന്യൂ കോസ്റ്റും റവന്യൂ ഒക്കെ ഇതിലെ ഉൾപ്പെടുന്നുണ്ട്. നമുക്ക് ഫേമും ഇൻഡസ്ട്രിയും തമ്മിലുള്ള വ്യത്യാസങ്ങൾ അറിയാം. ഫേം എന്ന് പറഞ്ഞാൽ നമുക്ക് ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ ഘടകങ്ങളും ഉൾപ്പെടുന്നതിലാണ്. അങ്ങനെ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങളാണ് ഫേമുകൾ ഉൾപ്പെടുന്നത്.